അഹാന കൃഷ്ണയും നിമിഷ് രവിയും തമ്മിലുള്ള പ്രണയം ആരാധകർക്ക് അറിയാവുന്നതാണ്. വർഷങ്ങളായുള്ള ബന്ധമാണ് ഇരുവരുടേതും. അഹാനയുടെ വീട്ടിലെ പരിപാടികൾക്കെല്ലാം തന്നെ നിമിഷും കുടുംബവും പങ്കെടുക്കാറുണ്ട്. ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും ആരാധകർ ആഘോഷമാക്കി മാറ്റാറുണ്ട്. പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറാറാണ് ഇരുവരുടെയും പതിവ്. നിമിഷിനൊപ്പം പോസ്റ്റ് ചെയ്യുമ്പോൾ അഹാനയുടെ മുഖത്തെ ഭാവവ്യത്യാസത്തെക്കുറിച്ച് വരെ വ്ലോഗ് കാണുന്നവർ ചർച്ച ചെയ്യാറുണ്ട്. അഹാനയുടെയും നിമിഷിൻ്റെയും ബന്ധത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും പറഞ്ഞുള്ള കൃഷ്ണകുമാറിൻ്റെ അഭിമുഖമാണിപ്പോൾ വൈറലാകുന്നത്. വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം വിശേഷങ്ങൾ പങ്കുവച്ചത്. വലിയൊരു കാര്യം വരാനുണ്ട്, അതിൻ്റെ തിരക്കിലാണ് താനെന്ന് അഹാന മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വിവാഹത്തിനുള്ള തയ്യാറെടുപ്പാണോ എന്നായിരുന്നു അന്ന് ചോദ്യങ്ങൾ വന്നത്. കഴിഞ്ഞ ദിവസം അഹാന കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ച് മെസ്സേജ് ഇട്ടിരുന്നു. ചെലവുകളൊക്കെ സ്വന്തമായി തന്നെ നോക്കുമല്ലോ അല്ലേ എന്നായിരുന്നു ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. അഹാനയുടെയും ഇഷാനിയുടെയും പ്രണയം അങ്ങനെ അവതരിപ്പിക്കേണ്ടി വന്നിട്ടില്ല. അവരൊക്കെ വീട്ടിൽ വരുന്നുണ്ട്. സിന്ധുവിനെ വീട്ടിൽ വിളിച്ച് കൊണ്ടുപോകുമായിരുന്നു. ഓരോരുത്തരും കല്യാണം കഴിക്കാൻ പോകുന്നത് ആരെയാണെന്ന് അവർക്കും അറിയാം, എനിക്കും അറിയാം. ഈ ആളെയാണ് എന്നറിയുമ്പോൾ കാര്യങ്ങൾ ഈസി ആയല്ലോ. കല്യാണം കഴിക്കാൻ പോകുന്ന ആളെക്കുറിച്ചറിയാൻ രഹസ്യമായി ആളെ വിടേണ്ട ആവശ്യം എനിക്കില്ല. ഇവരെക്കാളൊക്കെ കുഴപ്പം കൊണ്ടു നടന്ന ഒരാളാണ് ഞാൻ. എന്നെക്കുറിച്ച് അന്വേഷിച്ചിരുന്നുവെങ്കിൽ എല്ലാം കുഴഞ്ഞേനെ. ഈ ആളെയാണ് കെട്ടുന്നതെന്നറിയുമ്പോൾ സന്തോഷവും സമാധാനവുമാണ് എനിക്ക്. എന്താവശ്യമുണ്ടെങ്കിലും ഇവരൊക്കെ ഉണ്ടല്ലോ എന്ന് പറയാം. അശ്വിനെ ചെയ്തേക്കണേ, അർജുനെ ചെയ്യണേ, നിമിഷ് ഇങ്ങനെയാണ് എന്നെല്ലാം പറയാം. നിമിഷിൻ്റെ അച്ഛൻ രവിയും ഞാനും 33 വർഷമായി പരിചയത്തിലാണ്. പുള്ളി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര സൗകര്യമാണ്. ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിമിഷിനെ ഞാൻ പരിചയപ്പെടുന്നത്. അങ്ങനെ അവരെ കണ്ട് വളർന്നതാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്താണ്. നിമിഷിൻ്റെ അച്ഛൻ്റെ കുറേ മോഹങ്ങളുണ്ട്. പുള്ളി സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്ത മനുഷ്യനാണ്. ആ മനുഷ്യൻ അന്നെടുത്ത എഫേർട്ടിന് ദൈവം സക്സസ് കൊടുക്കുന്നത് മക്കളിലൂടെയാണ്. എക്സലൻറ്റ് സക്സസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ വളരെ കുറച്ചേ നിമിഷുമായി ഇടപെട്ടിട്ടുള്ളൂ. വെരി ഹമ്പിൾ ആൻഡ് സിമ്പിൾ. അതെനിക്ക് തോന്നുന്നത് അച്ഛനമ്മമാരുടെ ക്വാളിറ്റി ആയിരിക്കും. വിജയവും മറ്റുമൊക്കെ വന്ന് കയറുന്നതാണ്. അതിൽ നമ്മൾ വലിയ ബഹളം വെച്ചിട്ട് കാര്യമില്ല. ഗോൾഡിൻ്റെ വില കൂടുമ്പോൾ സന്തോഷമാണ്. സിന്ധുവിൻ്റെ കുറച്ച് ഗോൾഡുണ്ട്. അത് അവൾ എവിടെയോ കൊണ്ടുവച്ചിരിക്കുകയാണ്. കുറഞ്ഞ പൈസയ്ക്ക് വാങ്ങിയതല്ലേ, കിട്ടിയാൽ ഞാൻ വിൽക്കും എന്ന് അവൾക്കറിയാം. സ്വർണം വാങ്ങുന്നവർ വാങ്ങിച്ചോട്ടെ, കല്യാണത്തിന് ഇത്രയിട്ട് വരണം എന്നൊക്കെ പറയുന്നത് പ്രശ്നമാണെന്നുമായിരുന്നു കൃഷ്ണകുമാർ പറഞ്ഞത്.